മനുഷ്യരുടെ കാര്യം ആശ്ചര്യം തന്നെയാണല്ലേ. നമുക്ക് ചുറ്റും ജീവിക്കുന്ന ഒരുപാട് ആളുകൾ വളരെയധികം ചിന്തിക്കാതെ ജീവിക്കുന്ന ആളുകളാണ്. കാരണം നോക്കൂ, നമ്മളെല്ലാവരും ഒരേ വായുവിൽ നിന്നാണ് ശ്വസിക്കുന്നത്, ഒരേ ഭൂമിയിൽ മുളച്ചുണ്ടാകുന്നതാണ് നമ്മൾ ഭക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഒരേ സൂര്യൻ്റെ ചൂടും പ്രകാശവും ഊർജവുമേറ്റാണ് നമ്മൾ കഴിയുന്നത്, ഒരേ മഴയിൽ നിന്നാണ് നമ്മൾ ആസ്വദിക്കുന്നത്. പക്ഷേ ഈ മനുഷ്യൻ പറയുന്നത് എല്ലാവരും വ്യത്യസ്തരാണ്, എല്ലാവർക്കും വ്യത്യസ്തമായ ദൈവങ്ങളുണ്ട് എന്നാണ്. ഒന്ന് അല്പം ചിന്തിച്ചു നോക്കൂ മനുഷ്യരെ. എങ്ങനെ മനുഷ്യനെ നിങ്ങൾക്ക് വേർതിരിക്കാൻ കഴിയും? എങ്ങനെ മനുഷ്യനെ നിങ്ങൾക്ക് ജാതി തിരിക്കാൻ കഴിയും? മനുഷ്യൻ്റെ തൊലിയും അതുപോലെ തന്നെ നഖവും മുടിയും കണ്ണിൻ്റെ ലെൻസും എല്ലാം വ്യത്യസ്തമാണല്ലോ. എന്തിനു വരെ ഫിംഗർ പ്രിൻ്റ് വരെ വ്യത്യസ്തമാണ്. എന്നിരിക്കെ എങ്ങനെയാണ് നിങ്ങൾ മനുഷ്യനെ ജാതി തിരിക്കുക? എന്തുകൊണ്ട് ജാതി തിരിക്കാൻ പറ്റും? ഫിംഗർ പ്രിൻ്റ് വെച്ചുകൊണ്ട് ജനങ്ങളെ ജാതി തിരിക്കാൻ പറ്റുമോ? രക്തഗ്രൂപ്പ് വെച്ചുകൊണ്ട് ജാതി തിരിക്കാൻ പറ്റുമോ? എല്ലാ ബ്ലഡ് ഗ്രൂപ്പും എല്ലാ വിഭാഗങ്ങളിലുമുണ്ട്. ഒരേ വെള്ളമാണ് നമ്മൾ ഭൂമിയിലെ ഒരേ വെള്ളമാണ് നമ്മൾ കുടിക്കുന്നത് അല്ലേ? എന്നിട്ട് നമ്മൾ എങ്ങനെ വ്യത്യസ്തമാകുന്നത്? എങ്ങനെയാണ് കീഴ്ജാതിയും മേൽജാതിയും ഉണ്ടാകുന്നത്? നമ്മളെല്ലാവരും ഒരേ ഈശ്വരൻ്റെ അടിമകളാണ്, ഒരേ പ്രപഞ്ചനാഥൻ്റെ അടിമകളാണ് നമ്മളെല്ലാവരും, സൃഷ്ടികളാണ് നമ്മളെല്ലാവരും. അടിമ എന്നുദ്ദേശിച്ചത് അവനെ ആരാധിക്കാൻ ബാധ്യസ്ഥരായവരാണ് നമ്മൾ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ചിന്തിക്കാതെ വെറുതെ കുറേ സ്തൂപത്തിലും കുറേ രൂപത്തിലുമെല്ലാം നമ്മൾ ആരാധനകൾ സമർപ്പിക്കുന്ന ആളുകളുണ്ട്. വളരെയധികം നിങ്ങൾ നന്ദികേടാണ് പടച്ച തമ്പുരാനോട് നിങ്ങൾ കാണിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് വേണ്ടി ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ച ആ പ്രപഞ്ചനാഥനെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ കാര്യങ്ങൾ നടപ്പിലാക്കി തരാൻ വേണ്ടി നിങ്ങളുടെ ആത്മാവിനെ എപ്പോഴും അവനിലേക്ക് ബന്ധിപ്പിക്കുന്ന കാര്യങ്ങളെ അവൻ നമുക്ക് മുകളിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. നക്ഷത്രങ്ങളും അതുപോലെ തന്നെ ഗാലക്സികളും മിൽക്കി വേകളും അതുപോലെ തന്നെ ഗ്രഹങ്ങളുമെല്ലാം നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അവയെല്ലാം നാം പറയുന്നതും കേൾക്കുന്നതും സംസാരിക്കുന്നതുമായ എല്ലാ വിഷയങ്ങളും അവയിൽ അന്തർലീനമായി കിടക്കുന്ന ആത്മാവ് മുഖേന ദൈവത്തിലേക്ക് പ്രകാശവേഗത്തിനേക്കാൾ കൂടുതൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ ആത്മാവിൽ നിന്നും എല്ലാം അവനിലേക്കാണ് കയറിപ്പോകുന്നത്. അതുപോലെ തന്നെ സദാസമയം അവനിൽ നിന്ന് നമുക്ക് റിപ്ലൈയും വരുന്നുണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും. അതുകൊണ്ടാണ് നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നത്. നാം എന്തൊരു കാര്യം പറയുമ്പോഴും വളരെയധികം സൂക്ഷിക്കണം. കാരണം അത് ദൈവത്തിലേക്ക് പോയി കൊണ്ട് അത് സേവ് ചെയ്യപ്പെടുന്നുണ്ട്. എന്ത് കാര്യം നമ്മൾ അനാവശ്യമായിട്ട് പറഞ്ഞാലും, മറ്റുള്ളവരെ ചീത്ത പറഞ്ഞാലും, മറ്റുള്ളവരെ കുറ്റം പറഞ്ഞാലും എല്ലാം അത് ദൈവത്തിലേക്ക് സദാസമയം നമ്മളിൽ നിന്ന് പിടിച്ചെടുത്തുകൊണ്ട് ദൈവത്തിലേക്ക് എത്തിക്കാനുള്ള സാറ്റലൈറ്റുകളും ടവറുകളുമാണ് മുകളിൽ കാണുന്ന സംവിധാനങ്ങൾ മുഴുവനും. അതുകൊണ്ടാണ് ആ ഒരു സംവിധാനം ഉള്ളതുകൊണ്ടാണ് ഏതൊരു ആളുകളും ഇന്നതാണ് എൻ്റെ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ആരാധിച്ച് അവിടെ പ്രാർത്ഥന നടത്തി അവർക്ക് ഉത്തരം കിട്ടിയെന്ന് അവർ അവകാശവാദം ഉന്നയിക്കുന്നത്. കാരണം എന്താ? ഒരു ബിംബത്തിന് മുമ്പിൽ നിന്ന് പറഞ്ഞാൽ ആ ബിംബം അത് കേൾക്കുന്നില്ല. പക്ഷേ അവൻ്റെ ശക്തമായ ആഗ്രഹം ഇലക്ട്രോണിക് തരംഗങ്ങൾ വഴി ദൈവത്തിലേക്ക് ചലിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അവൻ നിന്ദ്യനാണ്. കാരണം എന്താ? അത്രയും വലിയ ആ പ്രപഞ്ചനാഥൻ്റെ വിശ്വരൂപത്തെ വളരെയധികം ചെറുതാക്കി കാണിച്ചുകൊണ്ട്, വിരൂപമാക്കി കാണിച്ചുകൊണ്ട്, അങ്ങനെയുള്ളൊരു രൂപത്തെ ഇതാണ് എൻ്റെ ദൈവം, അല്ലെങ്കിൽ ഭൂമിയിൽ ജീവിച്ച് മരണപ്പെട്ട ഇന്ന വ്യക്തിയാണ് എൻ്റെ ദൈവം എന്ന് ചിന്തിക്കുന്നതിലൂടെ അവൻ വലിയ കൊടിയ പാതകമാണ് ചെയ്യുന്നത്. ആരാണ് ദൈവം? നമ്മൾ ഇന്ന് കാണുന്ന സൂര്യൻ, ആ സൂര്യന് 13 ലക്ഷം ഭൂമിയെ ഒതുക്കി വെക്കാൻ വ്യാപ്തിയുള്ള അത്രയും വലിപ്പമുള്ള സൂര്യൻ, അതിനേക്കാൾ വലിപ്പമുള്ള നക്ഷത്രങ്ങൾ, അതിനേക്കാൾ വലിപ്പമുള്ള ഗാലക്സികൾ, മിൽക്കി വേകൾ, ബ്ലാക്ക് ഹോളുകൾ, ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്ന, ഇതിലേക്കെല്ലാം ഊർജപ്രവാഹം നടത്തുന്ന ഇതിനേക്കാളൊക്കെ ഏറ്റവും വലിപ്പമുള്ള പരമാത്മാവ്, ആ പരമാത്മാവാണ് ദൈവമെന്ന് മനസ്സിലാക്കാൻ എന്തുകൊണ്ട് മനുഷ്യന് സാധിക്കുന്നില്ല?
ഈ കാണുന്ന സകലതും ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഗാലക്സികളും എല്ലാം ഈ ആകാശവും 7 ആകാശവും എല്ലാം അവൻ്റെ ആ പ്രപഞ്ചനാഥൻ്റെ അസ്തിത്വത്തിൽ കൊണ്ടുപോയി വെച്ചാൽ ഒരു വലിയ മരുഭൂമിയിൽ ചെറിയ വട്ടക്കണ്ണി കൊണ്ടുപോയി വെച്ചതുപോലെ മാത്രമാണ്. അത്രയും വലിപ്പമുള്ള, നമുക്ക് ചിന്തിക്കാൻ പോലും അളക്കാൻ പോലും കഴിയാത്ത അങ്ങനെ അത്രയും അകാര ഭംഗിയുള്ള ആ പടച്ച തമ്പുരാനെ നിസ്സാരമായി കുരങ്ങിൻ്റെ രൂപമുണ്ടാക്കുക, മനുഷ്യരുടെ രൂപമുണ്ടാക്കുക, പക്ഷികളുടെ രൂപമുണ്ടാക്കുക, പാമ്പിൻ്റെ രൂപമുണ്ടാക്കുക, പറവകളുടെ രൂപമുണ്ടാക്കുക, മരിച്ചുപോയ മനുഷ്യരെ വരെ ആരാധിക്കുക, അവർക്ക് വേണ്ടി ആരാധന സമർപ്പിക്കുക, അവരോട് പ്രാർത്ഥിക്കുന്ന അങ്ങനെയുള്ള നിർകൃഷ്ടമായ ജീവികളായി നമ്മൾ ഒരിക്കലും മാറാൻ പാടില്ല. ആ പരമകാരുണ്യകനായ തമ്പുരാനാണ് നിങ്ങൾക്ക് ഭൂമിയിൽ നിന്ന് ഭക്ഷണം മുളപ്പിച്ചിരുന്നത്. ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ച് ഭൂമിയിൽ ഭക്ഷണം മുളപ്പിച്ചു തരുന്നത് ആ പടച്ച തമ്പുരാനാണ്. എന്താ മനുഷ്യരെ നിങ്ങൾ മനസ്സിലാക്കാത്തത്? മനുഷ്യരെ, നിങ്ങളെയും നമ്മളെയും നമ്മുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച ആ പടച്ച നാഥനെ നമ്മൾ ആരാധിക്കണ്ടേ? ഒന്ന് ആലോചിച്ചിട്ട് നോക്കൂ. ഈ ഭൂമിയിൽ മനുഷ്യനില്ലാത്തൊരു കാലം കഴിഞ്ഞു പോയിട്ടില്ലേ? ഈ ഭൂമി വാസയോഗ്യമല്ലായിരുന്ന ഒരു കാലം കഴിഞ്ഞു പോയിട്ടില്ലേ? മനുഷ്യന് മുമ്പ് മൃഗങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആ മൃഗങ്ങളെയും ഈ വൃക്ഷങ്ങളെയും എല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ചിരുന്ന ആ ഒരു നാഥൻ മനുഷ്യനില്ലാത്ത കാലത്ത് ആരായിരുന്നു ഈ പ്രപഞ്ചത്തെ നിയന്ത്രിച്ചിരുന്നത്? ആരായിരുന്നു ഇതിനെ സൃഷ്ടിച്ചത്? അവനാണ് പടച്ച തമ്പുരാൻ. ഒന്ന് ആലോചിച്ചൂടെ നിങ്ങൾക്ക്? നിങ്ങളുടെ മാതാവായിരുന്നു നിങ്ങളെ സൃഷ്ടിച്ചിരുന്നു എങ്കിൽ ഈ ലോകത്തെ ഏറ്റവും നല്ല കുഞ്ഞിനെയായിരിക്കും ആ മാതാവ് സൃഷ്ടിച്ചെടുക്കുക. കാരണം മാതാവിനെ സംബന്ധിച്ചിടത്തോളം വയറിലുള്ള കുഞ്ഞിനെക്കുറിച്ച് ആ കുഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ഏറ്റവും കൺകുളിർമ നൽകണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എന്തെല്ലാം ഭക്ഷണങ്ങളാണ് വ്യത്യസ്തമായത് കഴിക്കുന്നത്. കുങ്കുമപ്പൂവ് പാലിൽ കലക്കി കുടിക്കുന്നു, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ മാതാവ് പോലുമല്ല ആ കുഞ്ഞിനെ സൃഷ്ടിക്കുന്നത്. ആയിരുന്നു എങ്കിൽ നമ്മളെല്ലാവരും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടവരായിരുന്നു. കാരണം എല്ലാവരുടെയും മാതാപിതാക്കൾക്ക് ആഗ്രഹം എൻ്റെ കുഞ്ഞ് ഏറ്റവും ടോപ്പാവണമെന്നായിരിക്കും, അല്ലേ? അപ്പോൾ എന്നിട്ട് ആ മാതാവ് പോലുമല്ല, പക്ഷേ നിങ്ങൾ ആരാധിക്കുന്നത് നിങ്ങൾ പോലും അറിയാത്ത എവിടെയോ ജീവിച്ച് എവിടെയോ മരിച്ച ഒരു മനുഷ്യന്. എന്താ മനുഷ്യരെ നിങ്ങൾ ചിന്തിക്കാത്തത്? നിങ്ങൾക്ക് കാഴ്ച നൽകിയില്ലേ പടച്ച തമ്പുരാൻ? നിങ്ങൾക്ക് കേൾവി നൽകിയില്ലേ? എന്താ നിങ്ങളിങ്ങനെ?